I'm Naina Narayanan and this is Sims Education Center Malappuram. We are going through the English common paper and this is the lesson 6, Technology with a Human Face by E.F. Schumacher. About the author, Dr. E.F. Schumacher, who was born in Germany, came to England in 1930 to study economics at New College, Oxford. He taught economics at Columbia University, New York. He is one of the foremost economists who warn us against big modern technology. He brings into focus the concept of intermediate technology for developing countries like India. To him, small is beautiful and he explains why. അപ്പോൾ സ്കൂമാച്ചർ ജർമ്മനിയിൽ ആണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം 1930 ഇംഗ്ലണ്ടിൽ വന്നു. അവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ന്യൂ കോളേജിൽ അദ്ദേഹം എക്കണോമിക്സ് പഠിച്ചു. അപ്പം അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റി, ന്യൂയോർക്കിലുള്ള കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും മികച്ച എക്കണോമിസ്റ്റുകളിൽ ഒരാളാണ്. അദ്ദേഹം നമ്മളെ വാൺ ചെയ്തിട്ടുണ്ട്. മോഡേൺ ടെക്നോളജിക്കെതിരെ അദ്ദേഹം നമ്മളെ വാൺ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഈ ഒരു കൺസെപ്റ്റ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ടെക്നോളജി ഫോർ അപ്പോൾ ഇന്ത്യ പോലെയുള്ള കൺട്രീസൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ടെക്നോളജി ഒക്കെ കൊണ്ടുവന്നത് അതിലാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ചെറുതാണ് ഏറ്റവും മനോഹരം. അപ്പോൾ അതിനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. മോഡേൺ വേൾഡ് ഹാസ് ബീൻ ഷേപ്ഡ് ബൈ ടെക്നോളജി. നമ്മുടെ ഇന്നത്തെ മോഡേൺ ആധുനിക ലോകം എന്ന് പറയുന്നത് ടെക്നോളജി മൂലം ഉണ്ടായ ടെക്നോളജിയാണ് അതിനെ ഇന്നത്തെ ഈ ഒരു രൂപത്തിലാക്കിയെടുത്തത്. As it is felt that technology is becoming more and more inhuman, we can think of a technology with a human face. അപ്പോൾ എന്താ പറയുക, ഒരു മാനുഷിക ഗുണങ്ങളും ഇല്ലാത്ത ഒന്നായി മാറുകയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ടെക്നോളജീനെ നമുക്ക് ഹ്യൂമൻ ഫേസിൽ തന്നെ കാണാം. The state of nature tends to be self-balancing. Technology recognizes no self-limiting principle of size, speed or violence. ഇപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ ഒരു നേച്ചറിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സെൽഫ് ബാലൻസിങ് ആണ്. അപ്പോൾ ടെക്നോളജി എന്താ പറയുക, ഒരു സെൽഫ് ലിമിറ്റിംഗ് പ്രിൻസിപ്പിൾ ടെക്നോളജിക്ക് ഇല്ല, അതായത് സൈസിൻ്റെയോ സ്പീഡിൻ്റെയോ വയലൻസിൻ്റെ ബേസിസിലൊന്നും. മോഡേൺ വേൾഡ് ഈസ് ഇൻവോൾവ് ഇൻ 3 crises simultaneously, namely revolt against inhuman technological patterns by human nature, living environment, eggs and drones. In the quite foreseeable future, world's non-renewable resources may be exhausted. അപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ നമ്മൾ 3 ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, റിവോൾട്ട് അഗെയിൻസ്റ്റ് ഇൻഹ്യൂമൻ ടെക്നോളജിക്കൽ പാറ്റേൺസ് ബൈ ഹ്യൂമൻ നേച്ചർ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഒരു ടെക്നോളജിക്കൽ പാറ്റേൺസിനെതിരെ ഒരു കലാപം തന്നെ ഹ്യൂമൻസ് നടത്തുന്നൊരവസ്ഥ. പിന്നെ എന്താണ്, ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ ഇനിയുള്ള ഭാവിയിൽ ഇങ്ങനെയുള്ള നോൺ റിന്യൂവബിൾ റിസോഴ്സസൊക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്ത് തീർന്നു പോകുമെന്ന് പറയുന്ന ആ ഒരവസ്ഥ. One of the 3 reasons may be the direct cause of collapse due to limitless expansionism and a finite environment. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ 3 കാരണത്താലും എന്താണ് നമ്മൾ ഇപ്പം ഓരോ രാജ്യവും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ഭൂമി ഒരിക്കലും വലുതാവുന്നില്ല. അത് പ്രപഞ്ചം ഉണ്ടായ കാലത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അത്രത്തോളം സ്ഥലവും ഇതേ ഉള്ളൂ. ആ പരിമിതമായിട്ടുള്ള ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളെ ഭൂമിയിൽ തന്നെ നശിച്ചു പോവും എന്നാണ് അദ്ദേഹം പറയുന്നത്. മോഡേൺ ടെക്നോളജി ഹാസ് നോട്ട് അലീവിയേറ്റഡ് വേൾഡ് പോവർട്ടി. അപ്പോൾ മോഡേൺ ടെക്നോളജി എന്താണ്, ലോകത്തിലെ ദാരിദ്ര്യം കുറയ്ക്കൊന്നും ചെയ്തിട്ടില്ല. The question then is, can we develop a technology which can solve our problems? അപ്പം ഒരു ചോദ്യം ഉന്നയിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ? The amount of real leisure a society enjoys tends to be in inverse proportion to the amount of labor saving machinery it employs. അപ്പോൾ ശരിക്ക് എന്താ പറയുക, ഇങ്ങനെ അപ്പം നമ്മൾ ശരിക്കുള്ള ലീഷർ ടൈം സൊസൈറ്റി എൻജോയ് ചെയ്യണത് വിപരീതമായ രീതിയിലാണ് എന്നാണ് പറയണത്. അത് പറഞ്ഞാൽ ഇപ്പം ജോലി
കുറയ്ക്കാനുള്ള എന്താ പറയുക മെഷീനറീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു വിപരീത അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ടെക്നോളജി റെഡ്യൂസസ് സം കൈൻഡ്സ് ഓഫ് വർക്ക് ആൻഡ് ഇൻക്രീസസ് അതർ കൈൻഡ്സ്. ചില സമയങ്ങളിൽ ടെക്നോളജി എന്താണ് നമ്മുടെ ചില ജോലിഭാരങ്ങൾ കുറയ്ക്കുന്നുണ്ടാവും, പക്ഷേ അതൊരു ഭാഗത്ത് എന്താണ് അത് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. The relevant question is, out of the 24 hours a day each, how much is actually engaged in real production? അപ്പോൾ ശരിക്കും ഒരു ചോദ്യം, അപ്പോൾ ഈ 24 മണിക്കൂർ ഒരു ദിവസത്തിൽ ഒരു 24 മണിക്കൂറുണ്ട്, ആ സമയത്തിനുള്ളിൽ നമ്മൾ റിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എത്രത്തോളം സമയം എൻഗേജ് ചെയ്യുന്നുണ്ട്? On an average, a fully employed person spends about 1/5 of his total time on his job. അപ്പം ഒരു ആവറേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ജോലിയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തിലെ 1/5 ഭാഗം എന്താണ് സമയമാണ് ജോലി ചെയ്യുന്നത്. The prestige carried by people in modern industrial society varies in inverse proportion to their closeness to actual production. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രസ്റ്റീജ് ഇന്നത്തെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലുള്ള ആളുകളുടെ ഒരു പ്രസ്റ്റീജ് എന്ന് പറയുന്നത് ശരിക്ക് ഒരു എന്താ പറയുക വിപരീത അവസ്ഥയിലേക്കാണ്, മീൻസ് ആക്ച്വൽ പ്രൊഡക്ഷനൊക്കെ ചെന്നെത്തുന്നത് എന്നാണ് പറയുന്നത്. ഓൾ റിയൽ പ്രൊഡക്ഷൻ ഹാസ് ബീൻ ടേൺഡ് ഇൻ ടു എ ഇൻഹ്യൂമൻ കോർ വിച്ച് എംപ്റ്റീസ് എ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ പ്രൊഡക്ഷൻസൊക്കെ എന്താണ് ഒരു മാനുഷിക ഗുണവും ഇല്ലാത്ത ഒരു ജോലികളാണ്. മീൻസ് അത് മനുഷ്യനെ എന്താ ഒരു ശൂന്യതയിലെത്തിക്കുന്ന ഒരവസ്ഥയാണ്. അക്കോർഡിംഗ് ടു മാർക്സ്, പ്രൊഡക്ഷൻ ഓഫ് ടു മെനി യൂസ്ഫുൾ തിങ്സ് വിൽ റിസൾട്ട് ഇൻ ടു മെനി യൂസ്ലെസ് പീപ്പിൾ. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ തിങ്സിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത കുറേ ആൾക്കാരെ ആവും ഉണ്ടാവാൻ കാരണമാക്കുകയാണ്. A splendid scientific technique does not commit us according to അപ്പോൾ മാർക്സിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് യൂസ്ലെസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. A splendid scientific technique does not commit us to technology of gandism, supersonic work, enjoyment. ഒരു ഗംഭീരമായിട്ടുള്ള സയൻറ്റിഫിക് ടെക്നിക്കാണെങ്കിൽ അതിനെ നിയോഗിക്കുന്നത് എന്തിനാണ്? ഒരു ഗാൻഡിസത്തിനോ സൂപ്പർസോണിക് വർക്കിനോ എൻജോയ്മെൻറ്റിനോ ഒന്നല്ല. റിയൽ വർക്ക് ഹാസ് തെറാപ്യൂട്ടിക് ആൻഡ് എഡ്യൂക്കേഷണൽ വാല്യൂ. അപ്പം ഒരു റിയൽ വർക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എല്ലാം രോഗങ്ങളൊക്കെ ശമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ വാല്യൂ നൽകുന്ന ഒന്നായിരിക്കും. ദിസ് കൈൻഡ് ഓഫ് ടെക്നോളജി വിൽ എൻഡ് ഇൻ ഡിസാസ്റ്റർ അണ്ടിൽ വി ഡെവലപ്പ് എ ന്യൂ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജിക്ക് എന്താണ് ഒരു ഡിസാസ്റ്ററിലായിരിക്കും അവസാനിക്കുക. നമ്മളൊരു ന്യൂ ലൈഫ് സ്റ്റൈലൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ. The present consumer society is like a drug addict who finds it extremely difficult to get off the hook. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ കൺസ്യൂമേഴ്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് അഡിക്റ്റായ ആളുകളെ പോലെയാണ്. മീൻസ് ഇതിൽ നിന്നൊക്കെ കരകയറാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. മീൻസ് ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി അല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഇന്നത്തെ ആളുകൾ ചെന്നെത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. The rich countries like England, Germany and USA must mitigate the poverty of the third world. അപ്പോൾ എന്താണ് ഈ ഇംഗ്ലണ്ട്, ജർമ്മനി, USA പോലുള്ള രാജ്യങ്ങളൊക്കെ എന്താണ് മൂന്നാം ലോക രാജ്യങ്ങളുടെ ദാരിദ്ര്യം കുറയ്ക്കാനായിട്ടാണ് അവർ ശ്രമിക്കേണ്ടത്. It is good to remember Gandhi's words, the poor of the world can't be helped by mass production, only by production by the masses. Such a thing may be termed intermediate technology or self-help ടെക്നോളജി. അപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ വാക്കുകൾ ഓർക്കുകയാണെങ്കിൽ അപ്പോൾ പാവപ്പെട്ട ആളുകൾ എന്താണ് വൻതോതിലുള്ള ഉൽപ്പാദനമല്ല അവരെ സഹായിക്കുക, പക്ഷേ എന്താണ് ഒരുപാട് ആളുകൾ കൂടിയിട്ടുള്ള ഉൽപ്പാദനമാണ് അവരെ സഹായിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശബ്ദം എന്താണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഹെൽപ്പ് ടെക്നോളജി ആയിട്ട് ആണ് വരേണ്ടത്. അതിനെയാണ് സെൽഫ് ഹെൽപ്പ് ടെക്നോളജി എന്ന് പറയുന്നത്. These can be answered by a careful study of two summaries and comprehension questions and answers. Difference between nature and technology. The threefold crisis in our life. Modern technology is developing an inhuman pace. So, ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ തന്നിട്ടുള്ള എസ്സേയിൽ തന്നെ ഉണ്ട്. അപ്പോൾ what you have to do is to read thoroughly this essay and you have to find out the answers. Okay. So, next is the comprehension questions. How does the modern world tumble from crisis to crisis? അപ്പം എങ്ങനെയാണ് ഇങ്ങനെ
ഇങ്ങനെ ക്രൈസിസ് മൂലം ഇന്നത്തെ ലോകം എന്തുകൊണ്ടാണ് നിലംപതിച്ച് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. മോഡേൺ വേൾഡ് ഹാസ് ബീൻ ഷേപ്ഡ് ബൈ ടെക്നോളജി. ഇപ്പോൾ ഇന്നത്തെ ലോകം മീൻസ് ഇന്നത്തെ ഈ രൂപത്തിലായിട്ടുള്ളത് ടെക്നോളജി മൂലമാണ്. ഓൺ ഓൾ സൈഡ് ദീസ് ആർ പ്രൊപ്പസീസ് ഓഫ് ഡിസാസ്റ്റർ ആൻഡ് ഇൻഡീഡ് വിസിബിൾ സൈൻസ് ഓഫ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ എല്ലാ തരത്തിലും പറയുകയാണെങ്കിലും എന്താണ്, ഇതൊരു ഡിസാസ്റ്റർ ആണ്. എന്താ പറയുക, നമ്മുടെ ഒരു ബ്രേക്ക് ഡൗണിൻ്റെ അതിൻ്റെ ഒരു അടയാളം ആണ്. What is the primary task of technology? The primary task of technology is to help us to alleviate world poverty, remove unemployment. A technology must really help us to solve our problems. A technology with a human face. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്നോളജിയുടെ പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനാണ് ടെക്നോളജി ശ്രമിക്കുന്നത്. ടെക്നോളജി വിത്ത് എ ഹ്യൂമൻ ഫേസ്. മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഒരു ടെക്നോളജി മീൻസ് എന്താണ്, ടെക്നോളജി നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് നമ്മൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. വാട്ട് അക്കോർഡിംഗ് ടു സ്കൂമാച്ചോ ഈസ് എ കോസ് ഓഫ് മോഡേൺ ന്യൂറോസിസ്. മോഡേൺ ന്യൂറോസിസിനുള്ള കാരണം, ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, നാഡീവ്യൂഹത്തിലൊക്കെ തകരാറുണ്ടാക്കുന്ന തരം ഒരു മാനസിക രോഗമാണ്. അപ്പോൾ അതിൻ്റെ കാരണം, ഇന്നത്തെ ലോകത്ത് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. The type of work which modern technology reduces is skillful productive work of human hands. അപ്പോൾ ഇന്നത്തെ കാലത്തെ മോഡേൺ ടെക്നോളജി മൂലം എന്താണ്, നമ്മളെ മനുഷ്യന്മാർ അവരുടെ ഒരു പ്രൊഡക്റ്റീവ് വർക്ക് അവർ ചെയ്യുന്നില്ല. ഇൻ ആൻ അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി സച്ച് വർക്ക് ഹാസ് ബീൻ ബിക്കം എക്സീഡിംഗ്ലി റയർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ്. ഗ്രേറ്റ് പാർട്ട് ഓഫ് മോഡേൺ ന്യൂറോസിസ് മേ ബി ഡ്യൂ ടു ദിസ് ഫാക്ട്. അപ്പോൾ എന്താണ്, മനുഷ്യൻ വർക്ക് ചെയ്യുന്നില്ല, ടെക്നോളജിയാണ് എല്ലാം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ കോസ് ഓഫ് ദിസ് മോഡേൺ ന്യൂറോസിസ്. Why does the writer say that a person has to be wealthy to be able to enjoy this simple thing? Thomas Aquinas, a great Roman Catholic theologian, defines man as a being with brains and hands, enjoys nothing more than to be creative, usefully, productively engaged with both hand and his brains. Today a person has to be wealthy to be able to enjoy this simple thing. This very great luxury. He has to have affordable space, add good tools, he has to find a good teacher and plenty of free time to learn and practice. അപ്പോൾ ഈ തോമസ് അക്വിനാസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഗ്രേറ്റ് റോമൻ കത്തോലിക്കൻ തിയോളജിയനാണ്. തിയോളജിയൻ മീൻസ് ദൈവശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, മനുഷ്യന് ബ്രെയിനും ഹാൻഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ മനുഷ്യന് ഏറ്റവും ക്രിയേറ്റീവായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഹാൻഡ്സ് ബ്രെയിൻസൊക്കെ യൂസ് ചെയ്യുന്നത്. ഇന്ന് എന്താണ്, ഒരാൾ വെൽത്തിയാണ്, അയാൾ എന്താ പറയുക, ഗ്രേറ്റ് ലക്ഷറിയാണ് മീൻസ് അനുഭവിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഹീ ഹാസ് ടു ഫൈൻഡ് എ ഗുഡ് ടീച്ചർ ആൻഡ് പ്ലെൻറ്റി ഓഫ് ഫ്രീ ടൈം ടു ലേൺ ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ അയാളൊരു നല്ലൊരു ടീച്ചറെ കണ്ടെത്തണം, അതുപോലെ ഒരുപാട് ഫ്രീ ടൈം വേണം അയാൾക്ക് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും. വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഹാസ് ബീൻ ടേക്കൺ അവേ ഫ്രം മാൻ ബൈ മോഡേൺ ടെക്നോളജി. അപ്പോൾ മനുഷ്യരിൽ നിന്ന് മോഡേൺ ടെക്നോളജി എടുത്തിട്ടുള്ള കാര്യം എന്താണ്? ദ ടോട്ടൽ സോഷ്യൽ ടൈം എവ്രി വൺ ഹാസ് ഈസ് 24 hours a day. Less than 1/2 of England's population is gainfully employed. About 1/3 of these are actual producers in agriculture, mining, construction and industry. അപ്പം ഒരു മനുഷ്യന് 24 മണിക്കൂറാണ് സോഷ്യൽ ടൈം എന്ന് പറയുന്നത്. അപ്പം ഇംഗ്ലീഷിലെ ഒരു പകുതിയോളം ആൾക്കാരും ജോലിയുള്ളവരാണ്. അതിൽ തന്നെ 1/3 ഭാഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചറും മൈനിങ്ങും കൺസ്ട്രക്ഷനും ഇൻഡസ്ട്രിയൽ വർക്കും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. വാട്ട് ഈസ് ദ തെറാപ്യൂട്ടിക് വാല്യൂ ഓഫ് റിയൽ വർക്ക്? എവ്രി വൺ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, വാട്ട് ഈസ് ദ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ശരിക്കുള്ള ജോലി നമ്മളെ രോഗം ശമിപ്പിക്കുന്ന തരത്തിലുള്ള ശരിക്കുള്ള ജോലി എന്ന് പറയുന്നത് എന്താണ്? എവ്രി വൺ മസ്റ്റ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് വർക്കിംഗ് യൂസ്ഫുള്ളി ക്രിയേറ്റീവ്ലി വിത്ത് ഓൺ ഹാൻഡ്സ് ആൻഡ് ബ്രെയിൻസ് ഇൻ ഹിസ് ഓൺ ടൈം ആൻഡ് അറ്റ് ഹിസ് ഓൺ പേസ് and with excellent tools. People who work in this way do not know the difference between work and leisure. അപ്പം ഇങ്ങനെ എല്ലാ ആളുകൾക്കും എന്താണ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ല യൂസ്ഫുള്ളായിട്ട് ക്രിയേറ്റീവായിട്ട് അവനവൻ്റെ ഹാൻഡ്സും ബ്രെയിൻസൊക്കെ യൂസ് ചെയ്തിട്ട് അവനവൻ്റെ സമയത്തിൽ അവനവൻ്റെ രീതിക്ക് എക്സലൻറ്റ് ടൂൾസൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാനുള്ള കഴിവ് എല്ലാ മനുഷ്യനും ഉണ്ട്.
അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മീൻസ് വർക്കിൻ്റെ ലീഷറിൻ്റെ ഡിഫറൻസ് ഇങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന്. ഹൗ ക്യാൻ പുവർ ബി ഹെൽപ്ഡ് അക്കോർഡിംഗ് ടു ഗാന്ധി? അപ്പോൾ പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ദ പുവർ ഓഫ് ദ വേൾഡ് കനോട്ട് ബി ഹെൽപ്പ് ബൈ മാസ് പ്രൊഡക്ഷൻ. ഒരു മാസ് പ്രൊഡക്ഷനിലൂടെ ഒരുപാട് വൻതോതിലുള്ള ഒരു ഉൽപ്പാദനത്തിലൂടെ എല്ലാം സഹായിക്കാൻ പറ്റുക. പക്ഷേ എന്താണ് പ്രൊഡക്ഷൻ നടക്കുകയാണ്, ഒരുപാട് ആളുകൾ മൂലം പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് അങ്ങനെ സഹായിക്കാൻ പറ്റും. മീൻസ് ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കുകയാണ് അവിടെ. The system of mass production presupposes that nation is already rich because a great deal of capital investment is needed to establish one single workplace. അപ്പോൾ ഈ ഒരു മാസ് പ്രൊഡക്ഷൻ്റെ ഇതെന്താ വെച്ചാൽ നേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി റിച്ച് ആണ്. അപ്പോൾ ഒരു ഗ്രേറ്റ് ഡീൽ ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് എന്താണ് ഓരോ സിംഗിൾ വർക്ക് പ്ലേസിലും എന്നാണ് പറയുന്നത്. ഹൗ ഡസ് സ്കൂമാച്ചർ ഡിസ്ക്രൈബ് ദ ടെക്നോളജി ഓഫ് മാസ് പ്രൊഡക്ഷൻ? മാസ് പ്രൊഡക്ഷൻ്റെ ടെക്നോളജിയെ കുറിച്ച് അദ്ദേഹം എന്താ പറയണത്? ടെക്നോളജി ഓഫ് മാസ് പ്രൊഡക്ഷൻ ഈസ് ഇൻഹെറൻ്റ്ലി വയലൻറ്റ്. അപ്പോൾ മാസ് പ്രൊഡക്ഷൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് വയലൻ്റ് ആണ്, ഇക്കോളജിക്കലി ഡാമേജിങ് ആണ്, അതുപോലെ സെൽഫ് ഡിഫീറ്റിംഗ് ആണ് ഇൻ ടേംസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് സ്റ്റാളിഫൈങ് ഫോർ ദ ഹ്യൂമൻ പേഴ്സൺ. മീൻസ് ഹ്യൂമൻ പേഴ്സൺ ഒരു മനുഷ്യനെ എന്തായാലും മൂഢാവസ്ഥയിൽ എത്തിക്കുന്ന തരത്തിലുള്ള ഒന്നാണത് എന്നാണ് പറയുന്നത്. ഹൗ ഡസ് ടെക്നോളജി ഡിഫറെൻറ്റ് ഫ്രം നേച്ചർ? What are the crises of modern world produced by technology? Comment on Schumacher's view of the development of industry and problems of the world. Labor-saving machinery and amount of real leisure are inverse proportion. Explain. Education has brought forth its science and technology. The modern world tumbles from crisis to crisis. Technology today is becoming more and more inhuman. So the panacea is what is that we should think of technology with a human face. അപ്പോൾ എഡ്യൂക്കേഷനാണ് നമ്മൾ സയൻസും ടെക്നോളജിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം ഇന്നത്തെ മോഡേൺ വേൾഡ് എന്താ പറയുക ക്രൈസിസിലേക്ക് നിലം പതിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഇൻഹ്യൂമൻ ആവുകയാണ്, മനുഷ്യത്വമില്ലാത്തൊരു തരത്തിലാവുകയാണ്. സോ ദിസ് panacea ഈസ് ദാറ്റ് വി ഷുഡ് തിങ്ക് ഓഫ് ടെക്നോളജി വിത്ത് എ ഹ്യൂമൻ ഫേസ്. നമ്മൾ ടെക്നോളജീനെ ഒരു ഹ്യൂമൻ ഫേസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കാണണം. ടെക്നോളജി ടെൻഡ്സ് ടു ഡെവലപ്പ് ഇറ്റ്സ് ഓൺ സ്ലോ ആൻഡ് പ്രിൻസിപ്പൾസ്. നേച്ചർ അലോൺ knows where and when to stop. We have to reckon with the mystery of natural growth and natural cessation of growth. The system of nature tends to be self-balancing, self-adjusting and self-cleansing, but it is not so with technology. The author Schumacher lists three crises. Human nature revolts against inhuman technological organizational and political patterns. A living environment gives signs of partial breakdown. Inroads are being made into fossil fuels. അപ്പോൾ എന്താണ് ടെക്നോളജി ഇന്ന് അതിൻ്റേതായിട്ടുള്ള ലോസും പ്രിൻസിപ്പിളും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നേച്ചറിന് ഒറ്റയ്ക്ക് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് നിർത്തേണ്ടത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ നാച്ചുറൽ ഗ്രോത്തിൻ്റെ ആ ഒരു മിസ്റ്ററി അത് മീൻസ് നമ്മളതിനെക്കുറിച്ച് സങ്കല്പിക്കണം. എന്താണ് നേച്ചർ നശിച്ചു പോയാൽ എന്തായിരിക്കും ഗ്രോത്തിന് സംഭവിക്കുക എന്നുള്ളത്. എന്താ പറയുക, ഒരു നേച്ചർ എന്ന് പറയുന്നത് സെൽഫ് ബാലൻസിങ്, സെൽഫ് അഡ്ജസ്റ്റിങ്, സെൽഫ് ക്ലെൻസിങ് ആണ്. പക്ഷേ ടെക്നോളജിയുടെ കൂടെ അത് അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് 3 ക്രൈസിസ് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഒരു പ്രകൃതം എന്താണ്, ഒരു വിപ്ലവം മീൻസ് ഒരു where we have stopped I think ഒരു റിവോൾട്ട് എന്താണ് ഇങ്ങനെയുള്ള മനുഷ്യത്വരഹിതമായ ടെക്നോളജിക്കൽ ഓർഗനൈസേഷൻ പൊളിറ്റിക്കൽ പാറ്റേൺസിനോട്. അതുപോലെ തന്നെ ഈ ലിവിങ് എൻവയോൺമെൻറ്റ് ഒരു പാർഷ്യൽ ബ്രേക്ക് ഡൗണിൻ്റെ അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഇൻറോഡ്സിലുള്ള കയ്യേറ്റം ചെയ്തിട്ടുള്ള ഇതൊക്കെ എന്താ എല്ലാം എന്താണ് ജൈവ ഇന്ധനമാക്കി ഫോസിൽ ഫ്യൂവൽസാക്കി മാറ്റുന്നു. One of these three may turn out in the long run to be deadly. Limitless expansionism in a finite environment cannot last long. The experience of the last 25 years have proved that 25 years has proved that modern technology has not helped to alleviate world poverty and worldwide unemployment. A technology with a human face, if developed, can help us to solve many of our present day problems. അപ്പോൾ ഈ ഒരു 3 മാറ്റം വരാം. അപ്പോൾ എന്താണ് ചിലപ്പോൾ അത് ഡെഡ്ലി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും എത്തിക്കുക.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിപുലീകരണവാദം എന്ന് പറയുന്നത് നമ്മുടെ എൻവിയോൺമെൻറ്റിന് ഒരുപാട് കാലം നിലനിൽക്കാനായിട്ടുള്ളൊരു അവസ്ഥയിൽ ആയിരിക്കില്ല എത്തുക. അപ്പോൾ ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ മോഡേൺ ടെക്നോളജി നമ്മളെ എന്താ പറയുക ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല. അപ്പം അത് ഒരു ടെക്നോളജിക്ക് ഒരു ഹ്യൂമൻ ഫേസ് വേണം. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രസൻറ്റ് ഡേയിലെ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ടെക്നോളജി മസ്റ്റ് ലൈറ്റൻ ദ വർക്ക് ഓഫ് മാൻ ആൻഡ് ഡെവലപ്പ് ഹിസ് പൊട്ടൻഷ്യൽ. ഇറ്റ് ഹാസ് ഓഫ് കോഴ്സ് ഗാഡ്ജറ്റ്സ് ദാറ്റ് ആർ ഓഫ് ഇമൻസ് യൂസ്. The amount of real leisure a society enjoys tends to be in inverse proportion to the amount of labor saving machinery it employs. In such countries, people live under great strain. Modern technology reduces or eliminates skillful productive work of human hands. Modern neurosis is due to the fact that human beings with brains and hands must not be allowed to create creative, useful and productive. The number of jobs that would be satisfactory in this respect is very small indeed. In many underdeveloped countries, people have an enormous amount of leisure really to enjoy themselves. അപ്പം ടെക്നോളജി എന്താ പറയുക, മനുഷ്യൻ്റെ ആ ഒരു വർക്കിനെ ലൈറ്റൻ ചെയ്യണം. എന്താ മനുഷ്യൻ്റെ പൊട്ടൻഷ്യലിനെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കണം. അപ്പം എന്താണ് ഈ ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ സാധനങ്ങളൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പം ഈ ഒരു ലീഷർ ടൈം, ആളുകൾക്കുള്ള ലീഷർ ടൈം അവർ വളരെ വിപരീത രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം എന്താ അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ഒരുപാട് സ്ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പം മോഡേൺ ടെക്നോളജി എന്താണ്, ഒരു മനുഷ്യൻ്റെ സ്കിൽഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റീവ് വർക്കൊക്കെ ഇല്ലാതെയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മോഡേൺ ന്യൂറോസിസൊക്കെ വരുന്നത്. അപ്പോൾ എന്താ നമ്മളെ ബ്രെയിനും ഹാൻഡ്സും എന്താണ് ക്രിയേറ്റീവ് യൂസ്ഫുൾ പ്രൊഡക്ഷൻസ് ഒന്നും ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ സാറ്റിസ്ഫാക്ടറി ആണ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് മീൻസ് ടെക്നോളജിയുടെ യൂസേജ് കുറവുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് ലീഷർ ടൈം ഉണ്ട്. അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അവിടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു സ്റ്റാറ്റിക്കൽ ഡാറ്റ, ലെസ് ദാൻ 1/6 ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഇസ് എൻഗേജ്ഡ് ഇൻ ആക്ച്വൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു 1/6 ഓഫ് ദ പോപ്പുലേഷൻ മാത്രമാണ് ആക്ച്വൽ പ്രൊഡക്ഷനിൽ വരുന്നത്. Virtually all real production has been turned into inhuman core which does not enrich a man but empties him. അപ്പം എന്താ പറയുക, ഈ ഇപ്പോൾ എല്ലാ വീട്ടിലെ ഒരു ജോലികളും മുഴുവനും എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ടെക്നോളജിയാണ് ചെയ്യുന്നത്. അത് മനുഷ്യനെ എൻറിച്ച് ചെയ്യിക്കുകയല്ല, അവനെ എംറ്റി ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ബീൻ സെഡ് ഫ്രം ഫാക്ടറി ഡെഡ് മാറ്റർ goes out improved, whereas men there are corrupted and degraded. മനുഷ്യൻ എന്താണ് ഇങ്ങനെ തെറ്റായ ഒരു മാർഗത്തിലൂടെയാണ് പോകുന്നത്. അവർ ഒരിക്കലും വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് മൂലം അവരുടെ ജീവിതം ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. How has modern technology given man works of fragmented kind? Modern technology has ഒരു മനുഷ്യനെ ഒരു അപൂർണനാക്കാൻ മനുഷ്യനെ മോഡേൺ ടെക്നോളജി അപൂർണനാക്കി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്, അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. Modern technology has deprived man of creative, useful work. The vast accumulation of new knowledge is used for unwise and destructive purposes. If people can use their hands and brains, even children and old people would make themselves useful. In such a society, the therapeutic and educational value will be considerable. No one then would want to raise the school leaving age or to lower the retirement age. അപ്പോൾ ഇന്നത്തെ മോഡേൺ ടെക്നോളജി എന്താണ്, മനുഷ്യൻ്റെ ക്രിയേറ്റീവ് യൂസ്ഫുൾ വർക്കിനെ ഇല്ലായ്മ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാസ്റ്റായിട്ട് നമ്മൾ നോളജ് അക്യുമുലേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്വരൂപിക്കുകയാണെങ്കിൽ അത് ഒരു വിവേകശൂന്യതയാണ് അല്ലെങ്കിൽ ഒരു നാശത്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇഫ് പീപ്പിൾ ക്യാൻ യൂസ് എ ഹാൻഡ്സ് ആൻഡ് ബ്രെയിൻസ്, ഈവൻ ചിൽഡ്രൻ ആൻഡ് ഓൾ പീപ്പിൾ വുഡ് മേക്ക് ദംസെൽസ് യൂസ്ഫുൾ. അപ്പോൾ മനുഷ്യന്മാർ അവരുടെ കൈകളും ബ്രെയിനും ഒക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യണം. ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇൻ സച്ച് എ സൊസൈറ്റി ആൻഡ് തെറാപ്യൂട്ടിക് ആൻഡ് എഡ്യൂക്കേഷണൽ വാല്യൂ വിൽ ബി കൺസിഡറബിൾ. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ വാല്യൂ പറയുന്നത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നോ വൺ ദെൻ വുഡ് വാണ്ട് ടു റേസ് ദ സ്കൂൾ ലീവിങ് ഏജ് ഓർ ലോവർ ദ റിട്ടയർമെൻറ്റ് ഏജ്. അപ്പോൾ ആർക്കും എന്താണ് സ്കൂൾ ലീവിങ് ഏജ് കൂട്ടാനോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഏജ് കുറയ്ക്കാനോ ഒന്നും തോന്നില്ല. The modern industrial society is in very deep trouble and holds no promise of survival.
and we would like to survive and give our children a chance of survival. The threefold crises are human nature revolting against inhuman technological patterns, living environment which support human life acts as a sign of partial breakdown. Inroads are being made into the world's new non-renewable resources, particularly those of fossil fuels. ഇപ്പോൾ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്താണ്, ഇന്നത്തെ ആ ഒരു സർവൈവലിനെ ഒരിക്കലും പ്രോമിസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കേണ്ടത് നമ്മളെ ചിൽഡ്രൻസിനും സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വേണം. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന 3 ക്രൈസിസാണ് ഹ്യൂമൻ നേച്ചർ റിവോൾട്ടിങ് അഗെയിൻസ്റ്റ് ഇൻഹ്യൂമൻ ടെക്നോളജിക്കൽ പാറ്റേൺസ്, അതുപോലെ തന്നെ ലിവിങ് എൻവയോൺമെൻറ്റ് വിച്ച് സപ്പോർട്ട്സ് ഹ്യൂമൻ ലൈഫ് acts as a sign of partial breakdown. Inroads are being made into world's non-renewable resources, particularly those of fossil fuels. This will become worse and end in disaster until we develop a lifestyle which is compatible with the real needs of human nature. അപ്പോൾ ഇതെന്താണ്, കാര്യങ്ങൾ വളരെ വേഴ്സ് ആക്കാനാണ്. മീൻസ് ഇതൊരു ഡിസാസ്റ്ററിലായിരിക്കും അവസാനിക്കുക. അപ്പോൾ പ്രസൻറ്റ് കൺസ്യൂമർ സൊസൈറ്റി ഈസ് ലൈക്ക് എ ഡ്രഗ് അഡിക്റ്റ് who finds it extremely difficult to get off the hook. The problem children of the world are the rich societies. The poverty of the third world and in other parts of the world makes it impossible for them to adopt modern technology. Let us face the present mass unemployment, mass migration into cities, rural decay and intolerable social tensions. They need a technology with a human face instead of making human hands and brains redundant. They may be helped to become far more productive than they have been ever before. അപ്പം ഇന്നത്തെ പ്രോബ്ലം ചിൽഡ്രൻസൊക്കെ പറയുന്നത് റിച്ച് സൊസൈറ്റിയിലുള്ളവരാണ്. ഇപ്പോൾ തേർഡ് വേൾഡ് കൺട്രിയിലൊന്നും ഇങ്ങനെയുള്ള ടെക്നോളജി യൂസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മാസ് അൺഎംപ്ലോയ്മെൻറ്റ്, മൈഗ്രേഷൻ ടു സിറ്റീസ്, റൂറൽ ഡീക്കേ, ഇൻടോളറബിൾ സോഷ്യൽ ടെൻഷൻസൊക്കെ ദേ നീഡ് എ ടെക്നോളജി വിത്ത് എ ഹ്യൂമൻ ഫേസ്. അവർക്ക് എന്താണ്, ഒരു ഹ്യൂമൻ ഫേസോട് കൂടിയുള്ള ടെക്നോളജിയാണ് വേണ്ടത്. എന്താണ്, ഹ്യൂമൻ ഹാൻഡ്സിനെയും ബ്രെയിൻസിനെയും ആവശ്യത്തിലധികം ഉപയോഗിച്ചിട്ട് എന്താണ് ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയാം. ദ റെമഡി ഫോർ ദ പ്രസൻറ്റ് malaise is to be found in Gandhiji's words. Poor of the world cannot be helped by mass production but only by the production by the masses. ഇപ്പോൾ ഗാന്ധിജിയുടെ വേർഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. The system of production by the mobilizes the priceless resources with the processed by all the human beings, their clever brains and skillful hands, and support them with first class tools. അപ്പോൾ എന്താണ് ഈ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, ഇങ്ങനെ പ്രൈസ്ലെസ് ആയിട്ടുള്ള റിസോഴ്സസിനെയൊക്കെ സ്വരുക്കൂട്ടാനും ക്ലെവറായിട്ടുള്ള ബ്രെയിൻസും സ്കിൽഫുൾ ഹാൻഡ്സും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഹ്യൂമൻ പേഴ്സൺ വിൽ നെവർ ബി എ സെർവൻറ്റ്. ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ്റെ സെർവൻ്റ് ആവരുത്. ദിസ് ക്യാൻ ബി കാൾഡ് സെൽഫ് ഹെൽപ്പ് ടെക്നോളജി ഓർ ഡെമോക്രാറ്റിക് ഓർ പീപ്പിൾസ് ടെക്നോളജി. ഇതിനെ നമുക്ക് സെൽഫ് ഹെൽപ്പ് ടെക്നോളജി എന്നൊക്കെ പറയാം. എ ടെക്നോളജി ടു വിച്ച് എവറിബഡി ക്യാൻ ഗെയിൻ അഡ്മിറ്റൻസ് ഇൻ വിച്ച് നോട്ട് റിസർവ് ടു ദോസ് ഓൾറെഡി റിച്ച് ആൻഡ് പവർഫുൾ. അപ്പോൾ അതെല്ലാവർക്കും മീൻസ് സെൽഫായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, സെൽഫ് ഹെൽപ്പ് ടെക്നോളജി, അല്ലാതെ മറ്റൊരു ടെക്നോളജിയുടെ അഡിക്റ്റായിട്ട് നിൽക്കരുത് മനുഷ്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ടെക്നോളജി ഇനി സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ടെക്നോളജി ഈസ് ഫെൽറ്റ് ടു ബി ബിക്കമിങ് മോർ ആൻഡ് മോർ ഇൻഹ്യൂമൻ. ശരിയാണ്. ദ സിസ്റ്റം ഓഫ് നേച്ചർ ടെൻഡ്സ് ടു ബി സെൽഫ് ബാലൻസിങ്. ഇറ്റ്സ് ട്രൂ. എ വേ ഓഫ് ലൈഫ് ദാറ്റ് ബേസസ് ഇറ്റ്സെൽഫ് ഓൺ മെറ്റീരിയൽസം ക്യാൻ last long. False. Modern technology has not deprived man of creative work. False. Self-help technology is reserved to those already rich and powerful. True. Modern world history has been shaped by technology. Technology recognizes no self-limiting principle. A person has to be wealthy to enjoy this simple thing, luxury. Modern technology is showing an increasingly inhuman face. Use the following idioms and phrases in your own sentences to be shaped by, to revolt against, to alleviate poverty, in any case, in order to convince oneself of, to make a decent living, to take over, in other words, to reduce the amount of. Okay, thank you.